അയ്യോ പോവല്ലേ, സ്ക്രോൾ ചെയ്യല്ലോ കേട്ടോ. ഒരു 5 മിനിറ്റ് സമയമുണ്ടോ? ഇത് കാണാൻ വേണ്ടിയിട്ടല്ല, ഇത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. 5 മിനിറ്റ് സമയം ഉണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക. എല്ലാവർക്കും യൂസ്ഫുൾ ആവും. ഇതിപ്പോൾ വിളക്ക് മാത്രമല്ല, ഏത് ഓട്ടുപാത്രമാണെങ്കിലും കോപ്പറിൻ്റെ പാത്രമാണെങ്കിലും 5 മിനിറ്റ് കൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വൃത്തിയാക്കാൻ പറ്റുന്ന സൂപ്പർ ടിപ്പാണ്. നമ്മളിപ്പോൾ ഉപയോഗിക്കാതെ കിടന്നാൽ ഇതൊക്കെ ഇങ്ങനെ ഒരു നിറം മങ്ങിച്ചിട്ടൊക്കെ ഉണ്ടാവില്ലേ? ഫസ്റ്റ് നമ്മൾ വാങ്ങുമ്പോഴുള്ള തിളക്കമൊന്നും ഉണ്ടാവില്ല. ആ തിളക്കം വീണ്ടെടുക്കാനും പിന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള വിളക്കൊക്കെ ഉണ്ടാവില്ലേ, അതായത് അത് പച്ച കളറൊക്കെ ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ തേച്ച് കഴുകാൻ കൃത്യസമയത്ത് തേച്ച് കഴുകാനൊന്നും നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ആ എണ്ണയൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിട്ട് ക്ലാവ് പിടിച്ച പോലെ ഉണ്ടാവും. അങ്ങനെ എത്രത്തോളം വൃത്തികേടാണെങ്കിലും നമുക്ക് ഈ ഒരു സമയം കൊണ്ട്, ചുരുങ്ങിയ സമയം കൊണ്ട് വാങ്ങുമ്പോൾ ഉള്ളതുപോലെ വെട്ടിത്തിളങ്ങും. പൊടിയുപ്പ് അടുക്കളയിലില്ലാത്ത ഒരു വീടും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ വേഗം തന്നെ ഉപ്പിൻ്റെ നമ്മുടെ ബോട്ടിലിങ് എടുത്തോ. പൊടിയുപ്പ് 3 ടേബിൾ സ്പൂണാണ് ഞാൻ എടുക്കുന്നത്. അത് നിങ്ങളുടെ പാത്രങ്ങളുടെ അളവ് പോലെ ഇരിക്കും. എനിക്കിപ്പം കുറച്ച് വലിയ പാത്രമൊക്കെ, അതായത് വലിയ വിളക്കൊക്കെ ഉണ്ട് തുടക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ എടുക്കുന്നു. നിങ്ങൾക്കിപ്പോൾ ഒരു ഉരുളി മാത്രമാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മതിയാകും. അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എത്രയാണോ ഉപ്പ് എടുക്കുന്നത് അത്രയും അളവിൽ മൈദ എടുക്കുക. 3 ടേബിൾ സ്പൂൺ പൊടിയുപ്പ്, 3 ടേബിൾ സ്പൂൺ മൈദ. ആ ഒരു അളവിലാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ മൈദയില്ല, ആട്ടപ്പൊടിയാണുള്ളതെങ്കിൽ ആട്ടപ്പൊടി എടുത്തോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഉപ്പും ഈ ഒരു പൊടിയുടെയും, അതായത് മൈദയാണോ ആട്ടയാണോ എന്താണെങ്കിലും സമാസമായിട്ട് എടുക്കണം. പിന്നെ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളമല്ല എടുക്കുന്നത്, വിനാഗിരിയാണ്. ഞങ്ങളിവിടെ ചൊറുക്കാന്നൊക്കെ പറയും. അപ്പോൾ ഈ വിനാഗിരി നമ്മളിപ്പം വെള്ളം ചേർത്തിട്ട് മാവ് പോലെ നമ്മൾ കുഴച്ചെടുക്കില്ലേ, പ്രത്യേക അളവൊന്നുമില്ല, ഇങ്ങനെ കുഴമ്പ് പരുവത്തിലാവണം. ആ ഒരു രീതിയിൽ നോക്കി കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തോളൂ. ഇത്രയേ ഉള്ളൂ കേട്ടോ, പരിപാടി കഴിഞ്ഞ്. നമ്മൾ സാധാരണ മാർക്കറ്റിൽ ഒരുപാട് പൊടികളൊക്കെ ഉണ്ടാവും, കെമിക്കലൊക്കെ ഉണ്ടാവും ഈ വിളക്കൊക്കെ പെട്ടെന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിയതുപോലെ നിങ്ങൾ ഞെട്ടും. അത്രയും നല്ല റിസൾട്ട് വരുന്ന സംഭവമാണിത്. ഞാനിപ്പോൾ ഗ്ലൗസ് കയ്യിലുള്ളതുകൊണ്ട് ഗ്ലൗസ് ഇട്ടെന്ന് മാത്രം. പക്ഷേ നിങ്ങളുടെ കൈ ഇത്ര സെൻസിറ്റീവ് ഒന്നും അല്ലെങ്കിൽ ഗ്ലൗസിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം അത്ര ഒരു കെമിക്കലൊന്നും ഇതിലില്ല. വെറും മൈദയും ഉപ്പും നമ്മുടെ വിനാഗിരിയും മാത്രമേ ഉള്ളൂ. ഇതിൽ വിനാഗിരി മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ബാക്കിയൊന്നും ഒരു കെമിക്കലും അതിൽ നമ്മുടെ കൈയൊന്നും മോശമാവുന്ന ഒന്നുമില്ല. പക്ഷേ ഞാനിത് ജസ്റ്റ് ഒന്ന് കൈ ഇവിടെ ഉള്ളതുകൊണ്ട് ഇട്ടെന്ന് മാത്രം. ഇനിയിപ്പോൾ എന്താ, നമ്മൾ ഫേഷ്യലൊക്കെ ചെയ്യുന്നത് പോലെ ഇത് മൊത്തം അങ്ങ് തേച്ച് പിടിപ്പിക്കുക. അത്രയേ ഉള്ളൂ. നന്നായിട്ട് എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മളൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബർ ഉണ്ടെങ്കിൽ വിളക്ക് തുടക്കാൻ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഉരുളികൾ, ഓട്ടിൻ്റെ ഉരുളികളൊക്കെ തുടക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക, ഫ്രഷ് ആയിട്ടുള്ള ഒന്ന്. അല്ലാതെ നമ്മൾ മീൻ ഉപയോഗിച്ചിട്ടുള്ള പാത്രങ്ങളത് കൊണ്ടൊന്നും നമ്മളത് ചെയ്യില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സ്പോഞ്ചിൻ്റെ ഒരു സ്ക്രബ്ബറൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഈ ഒരു പശ എടുത്തിട്ട് നമുക്ക് മൊത്തത്തിൽ ഉരച്ച് പിടിപ്പിക്കാം. അതല്ലെങ്കിൽ ടൂത്ത് ബ്രഷ് ഒന്നായിട്ട് ഇതിനായിട്ട് മാറ്റി വെച്ചിട്ടും ചെയ്യാം. പക്ഷേ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് തേച്ച് പിടിപ്പിക്കുമ്പോൾ കുറേ സമയം എടുക്കും. ഇതുപോലെയുള്ള ചന്ദനത്തിരിയൊക്കെ കുത്തി വയ്ക്കുന്ന ഇതുപോലെയുള്ള ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ ടൂത്ത് ബ്രഷ് ആയിരിക്കും നല്ലത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് വിളക്ക് തേച്ച് എഴുതുന്ന പണി എനിക്കായിരുന്നു. ഭയങ്കര മടിയായിരുന്നു. ആ സമയത്തൊക്കെ നമ്മൾ വെണ്ണീരുണ്ടാവില്ലേ, ചാരം, അതും പുളിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് വിളക്കൊക്കെ തേച്ച് കഴുകുക. പിന്നെ സബീനയൊക്കെ നമ്മൾ വാങ്ങാൻ തുടങ്ങിയപ്പോൾ സബീനയും നമ്മുടെ പുളി ഉപയോഗിച്ചിട്ട് ചെയ്യാൻ തുടങ്ങി, ഉപ്പും കൂടെ ചേർത്തിട്ട്. ആ ഒരു വീഡിയോ ഞാൻ മുന്നേ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്ത് തന്നെ. പക്ഷേ ഇത് തന്നെ ഭയങ്കരമായിട്ട് അതിശയപ്പെടുത്തിയിട്ടുള്ളൊരു ടിപ്പാണ്. പുളിയും സബീനിയൊക്കെ ഇട്ടിട്ട് നമ്മൾ തേച്ച് കഴുകുന്നവർക്കറിയാം, ഒന്ന് ഉരച്ച് കഴുകണ്ടേ. പക്ഷേ ഇത് വെറുതെ ഒന്നങ്ങ് തേച്ച് പിടിപ്പിച്ചാൽ മാത്രം മതി. നമ്മളൊന്നും ബലം കൊടുക്കേണ്ട ആവശ്യമില്ല. കൈവേദനയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അമർത്തിയിട്ട് ഉരയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ഈ സ്ക്രബ്ബർ, സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം സ്ക്രാച്ച് വരില്ലേ. പിന്നെ നമ്മൾ കത്തിച്ചിട്ട് ഒരു പച്ചക്കളറായത് അല്ലെങ്കിൽ എണ്ണയുടെ അംശമൊക്കെ ഉണ്ടെങ്കിൽ ആ എണ്ണ ഒന്നങ്ങ് തുടച്ചതിന് ശേഷം ഇത് തന്നെ അങ്ങ് അപ്ലൈ ചെയ്താൽ മതി. ഒരു തുണി കൊണ്ടോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ കൊണ്ടോ അന്ന് എണ്ണ അങ്ങ് മാറ്റുക, എന്നിട്ട് ചെയ്യുക. ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ കൂടെ ഹൗസ് വാമിങ്ങിന് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഒരു ഷോ പീസായിട്ടുള്ള ഒരു വിളക്കാണ്. നമ്മളതങ്ങനെ ഉപയോഗിക്കലൊന്നുമില്ല, അറിയാലോ. ഇതിപ്പം വായുവായിട്ടുള്ള സമ്പർക്കം കൊണ്ടാണല്ലോ ഇതിങ്ങനെ ഒരു നിറം മങ്ങുന്നത്. അപ്പോൾ ഇതും ഞാൻ ഇപ്പം തേച്ച് കഴുകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ച് വലിയ അളവിലെടുത്തത്. പിന്നെ വേറൊരു ടിപ്പും കൂടെ ഉണ്ട് കേട്ടോ. അതായത് വേറൊരു ടിപ്പ് എന്ന് വെച്ചാൽ, വിളക്ക് തേച്ച് കഴുകാൻ ഇത് പറ്റുന്നില്ലെങ്കിൽ വേറെ അടിപൊളി സൂത്രം വേറെ ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഈ ഒരു വലിയ വിളക്കിൻ്റെ മേലത്തെ ഭാഗം മാത്രമാണ് ഈ മൈദ പ്രയോഗം നടത്തുന്നത് കേട്ടോ. മറ്റേ ഞാൻ മാറ്റി വെച്ചത് വേറൊരു ടിപ്പും കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ, അതൊന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ കഴുകിയെടുക്കാം. ഇതുപോലെയുള്ള സ്ക്രബ്ബറില്ലേ, സ്പോഞ്ചും പച്ച സ്ക്രബ്ബർ, അല്ലെങ്കിൽ വെറും പച്ച സ്ക്രബ്ബർ മാത്രം ഉപയോഗിച്ചാലും മതി. സ്റ്റീൽ സ്ക്രബ്ബർ മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല, നമ്മൾ ആ ഒരു സ്പോഞ്ച് അല്ലെങ്കിൽ സ്ക്രബ്ബർ ഒന്ന് നനച്ചതിന് ശേഷം ആദ്യം ഒന്നങ്ങ് ഉരയ്ക്കുക. എന്നിട്ട് സാധാരണ പോലെ അങ്ങ് കഴുകിയെടുത്താൽ മതി. ഒരു ബലവും കൊടുക്കേണ്ട ആവശ്യമില്ല.
എന്ത് മറിമായം, എന്ത് മാജിക്കാണ് ഇവിടെ നടക്കുന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ശാസ്ത്രമൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെ വെട്ടിത്തിളങ്ങുക എന്നുള്ളത് നമ്മളിങ്ങനെ വെറുതെ പറയുന്നതല്ല കേട്ടോ. ഞാനിത് അറിഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഒരു തവണ ഞാനിത് കണ്ടപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരുന്നത്. കണ്ട ആ ഒരു വ്യത്യാസം. ഇതിപ്പം ബലം പോലെ പ്രയോഗിച്ചിട്ട് ഞാനിപ്പോൾ തേച്ചൊന്നും കഴുകിയിട്ടില്ലല്ലോ. പിന്നെ പുതിയ സ്ക്രബ്ബറൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് സ്റ്റിഫായിട്ട് പോലെ നിൽക്കില്ലേ, കുറച്ച് ഷാർപ്പ്നെസ് കൂടുതലായിരിക്കും, എന്നാൽ സ്ക്രാച്ചൊന്നും വരില്ല ഈ പച്ച സ്ക്രബ്ബർ ആണെങ്കിലാണേ പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാം ഒന്നങ്ങ് കഴുകിയെടുത്താൽ മാത്രം മതി. പിന്നെ ഈ ഒരു നമ്മുടെ മൈദ പ്രയോഗമാണ് ചെയ്യുന്നതെങ്കിൽ ഇത് കഴുകിയിട്ട് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കുകയാണെങ്കിൽ മൈദയുടെ ചെറിയൊരു ഒരു കളർ ഉണ്ടാവും കേട്ടോ, ഒരു വെള്ള കളറ്. അതുകൊണ്ട് ഏറ്റവും നല്ലത് നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു ഡിഷ് വാഷ് ലിക്വിഡ് കൊണ്ട് ഒന്നങ്ങ് കഴുകാം. അതല്ലെങ്കിൽ തുണി കൊണ്ട് അങ്ങ് തുടച്ചെടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ വെയിലത്ത് വെച്ചിട്ട് ഉണക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വെള്ള മൈദയുടെ, നമ്മളിപ്പോൾ മൈദ നമ്മുടെ സാരിയൊക്കെ മുക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പാട് കാണില്ലേ, അപ്പോൾ നമ്മൾ പറയില്ലേ അത് മൈദ ആയതുകൊണ്ട് ആ സ്റ്റിഫൻ ഷൈൻ ആണെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ചെറിയൊരു തിന്നായിട്ടുള്ളൊരു വെള്ള ഒരു കളർ ഉണ്ടാവും അത് വെയിലത്ത് വെച്ച് ഉണക്കുകയാണെങ്കിൽ. പക്ഷേ നമുക്ക് കോട്ടൺ തുണി കൊണ്ട് നന്നായിട്ട് അപ്പം തന്നെ അങ്ങ് തുടച്ചെടുത്താൽ ഒരു പാടും ഉണ്ടാവില്ല. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഡിഷ് വാഷ് ലിക്വിഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ കഴിയാൽ മതി. ഇനിയിപ്പോൾ വലിയ വിളക്കിൻ്റെ ഒരു ഭാഗം നേരത്തെ പുരട്ടി വെച്ചില്ലേ, അതും 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതും ഒന്ന് നനഞ്ഞ സ്ക്രബ്ബർ കൊണ്ട് ഒന്നും കൂടെ അങ്ങ് ഉരച്ചിട്ട് ഇനിയിപ്പോൾ കഴുകിയെടുത്തിട്ട് ഈ ഒരു വ്യത്യാസം ഇവിടെയും ഞാൻ കാണിച്ചു തരാം. ഇതിപ്പം നമ്മുടെ ഡൈനിങ് ഹാളല്ല, നമ്മുടെ മെയിൻ ഹാളിൽ ലിവിങ് ഏരിയയിൽ ഇതിങ്ങനെ വെറുതെ കിടന്നിട്ട് നിറം മങ്ങി വന്നതാണ്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും ഇത് തേച്ച് കഴുകാനായി, അപ്പോൾ പിന്നെ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന്. കണ്ടോ ഈ ഒരു വിളക്കിന് വന്ന ആ ഒരു മാറ്റം. ഇതിലപ്പുറം ഇനി എങ്ങനെയാണ് അത് വർണ്ണിച്ച് പറയേണ്ടത് എനിക്കറിയില്ല. നിങ്ങൾ കാണുന്നില്ലേ? ഇത് നേരത്തെ ഉപയോഗിച്ചിട്ട് ആ എണ്ണയുടെ മെഴുക്കൊക്കെ ആയിട്ട് പച്ച കളർ ഉണ്ടായിട്ടുള്ള ആ ഒരു നമ്മുടെ വിളക്കില്ലേ, അതാണ് ഞാനിപ്പോൾ ഇവിടുന്ന് കഴുകുന്നത്. പുറത്ത് കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് ഒന്നും കൂടെ ഉരച്ചിട്ട് പിന്നെ ഇതും അങ്ങ് കഴുകിയെടുക്കട്ടെ. പച്ച കളർ വന്നിട്ട് അത്രയും ക്ലാവ് വന്നതാണെങ്കിൽ പോലും എക്സ്ട്രാ ഒന്ന് ഉരച്ച് കഴുകേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ മറ്റേതൊക്കെ ചെയ്തതുപോലെ തന്നെ. പിന്നെ ആ ഒരു തുണ്ട് ഭാഗത്തൊക്കെ, അതായത് എണ്ണ ഇങ്ങനെ തിരി കത്തുന്ന സ്ഥലത്തൊക്കെ ഇല്ലേ, അവിടെ ചെറിയൊരു നമ്മളൊരു പിന്നോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ചിലപ്പോൾ ആ ഒരു എഡ്ജൊന്ന് വൃത്തിയാക്കേണ്ടി വരും. പക്ഷേ ഞാനിപ്പം ഈ ഒരു പച്ച സ്ക്രബ്ബർ തന്നെ ഉപയോഗിച്ചിട്ട് ആ ഭാഗമെല്ലാം ഒന്നങ്ങ് ഉരച്ചത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ അങ്ങ് കഴുകിയെടുക്കട്ടെ. എനിക്ക് മുമ്പേ നിങ്ങൾ ആരെങ്കിലും ഇത് ട്രൈ ചെയ്തിട്ട് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഞങ്ങളിന്നും ഇത് തന്നെയാണ് ചെയ്യുന്നതെന്നുള്ളത്. കാരണം എൻ്റെ വിചാരം ഇത് അറിയുന്നവർ കുറച്ചേ ഉള്ളൂ എന്നാണ്. പിന്നെ അടുത്ത ടിപ്പ് ഇതാണ്, നമ്മുടെ ഈ ഒരു ഇഷ്ടിക പ്രയോഗം. ഇഷ്ടികയോ അല്ലെങ്കിൽ നമ്മുടെ ഓടുണ്ടാവില്ലേ, പൂച്ചട്ടി ഓട്ടിൻ്റെ, അത് പൊട്ടിയതുണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ എന്തെങ്കിലും പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ പുറത്ത് ഞാൻ ഉപയോഗിക്കാത്ത അമ്മിയുണ്ട്, അകത്ത് സ്ഥലമില്ലാത്തതുകൊണ്ട് ഇതിങ്ങനെ വെറുതെ കിടക്കുക. അത് ഉപയോഗിച്ചിട്ട് നമ്മുടെ അമ്മിക്കുട്ടി ഉപയോഗിച്ചിട്ട് ഒന്നങ്ങ് പൊടിച്ചെടുക്കുക. ഇഷ്ടികയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് പൊടിഞ്ഞു കിട്ടും കേട്ടോ. ഇഞ്ചി കുത്തുന്ന കല്ലിലൊക്കെ ചെയ്യാം, പിന്നെ അത് വൃത്തിയാക്കണ്ടേ. ഇതാകുമ്പോൾ നമ്മൾ ഉപയോഗിക്കാത്ത അമ്മി ആയതുകൊണ്ട് അവിടെ ഞാൻ അങ്ങ് പൊടിക്കുന്നു. ഇനി കുഞ്ഞു കരിങ്കല്ലൊക്കെ ഉണ്ടെങ്കിൽ ആ കരിങ്കല്ല് കൊണ്ടൊന്നങ്ങ് കുത്തിപ്പൊടിച്ചാലും മതി. ഇതിനും പ്രത്യേക അളവൊന്നുമില്ല കേട്ടോ. ഞാനിപ്പം പൊടിച്ച ആ ഒരു ഓട്ടിൻ്റെ അല്ലെങ്കിൽ ഇഷ്ടികയുടെ പൊടിയിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ അരമുറി ഹാഫ് ഭാഗം ഒന്നങ്ങ് പിഴിഞ്ഞെടുക്കട്ടെ. ഹാഫ് ഭാഗമോ അല്ലെങ്കിൽ ഒരു ചെറുനാരങ്ങ ചെറുതാണെങ്കിൽ മുഴുവനായിട്ടോ എടുത്തോളൂ, അതൊന്നും പ്രശ്നമല്ല. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്യുക. ബാക്കിയുള്ളത് സാധാരണ വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് ഇതും ഒരു കുഴമ്പ് പരുവത്തിൽ നമ്മൾ നേരത്തെ മൈദ ചെയ്തില്ലേ, അതുപോലെ തന്നെ അങ്ങ് കുഴമ്പ് പരുവത്തിലേക്ക് ആക്കുക. അതായത് നല്ല ലിക്വിഡ് ഫോമിലേക്ക് മാറ്റണ്ട. എന്നിട്ട് അത് തേച്ചിട്ട് അങ്ങ് അതെടുത്തിട്ട് നോർമൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ അങ്ങ് ഉരച്ചങ്ങ് കഴുകുക. നേരത്തെ മൈദയിൽ നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ടില്ലേ, ഇതങ്ങനെ 5 മിനിറ്റൊന്നും പിടിപ്പിക്കണ്ട. നമ്മൾ പണ്ടൊക്കെ ചാരമൊക്കെ ഉപയോഗിച്ചിട്ട് സബീനൊക്കെ ഉപയോഗിച്ച് തേച്ച് കഴുകുന്നില്ലേ, അതുപോലെ തേച്ച് കഴുകിയാൽ മാത്രം മതി. ഇതും സൂപ്പറായിട്ട് വെട്ടിത്തിളങ്ങുമെന്ന് പറഞ്ഞാൽ വെട്ടിത്തിളങ്ങും കേട്ടോ. ഒരു ഇതിൽ വേറൊരു അഭിപ്രായ വ്യത്യാസം ഇല്ല. അത്രയും ഈ 2 ടിപ്പും അടിപൊളിയാണ്. നിങ്ങൾക്ക് ഏതാണോ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത്, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്, അത് ഉപയോഗിച്ചിട്ട് ചെയ്തെടുത്തോളൂ. ഒരു തരത്തിലും ഇത് നിങ്ങൾ 2 ആണെങ്കിലും ഫ്ലോപ്പ് ആവില്ല. പിന്നെ ഇതാണെങ്കിൽ നമ്മൾ നേരത്തെ മൈദയുടെ പറഞ്ഞില്ലേ, വെളുത്ത് വെച്ച് ഉണക്കുമ്പോൾ മൈദയുടെ ഒരു വെള്ള കളർ ഉണ്ടാവുന്നു. പക്ഷേ ഇതൊന്നുമില്ല കേട്ടോ. നമ്മൾ സാധാരണ പോലെ അങ്ങ് കഴുകിയിട്ട് വെളുത്ത് വെച്ചിട്ട് ഉണക്കിയിട്ട് എടുക്കാം. തുടച്ചെടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഉരച്ച് കഴുകണം. മൈദയാണെങ്കിൽ നമ്മളിങ്ങനെ ബലം പ്രയോഗിച്ചിട്ട് ഉരയ്ക്കേണ്ട, വെറുതെ തേച്ച് പിടിപ്പിച്ചാൽ മതി. ഇതാണെങ്കിൽ നമ്മൾ ഉരച്ച് കഴുകണം. അപ്പോൾ 2ൻ്റെ വ്യത്യാസം ഞാനൊന്ന് പറഞ്ഞു തന്നതാണ്. ഇതേപോലെ ഈ ഓട്ട് പാത്രങ്ങൾ പോലെ തന്നെ നല്ല കോപ്പർ പാത്രങ്ങളും നമുക്ക് തേച്ച് കഴുകാൻ പറ്റും. ഇതുപോലെ തന്നെ വൃത്തിയാക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ അതിൻ്റെ
നിറം പഴയ രീതിയിൽ ആക്കിയെടുക്കാൻ പറ്റും. അതും ഇങ്ങനെ നമ്മളിങ്ങനെ വെറുതെ വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലാവ് പിടിക്കില്ലേ, അപ്പോൾ ഈ ഒരു സംഭവം തന്നെ ചെയ്തെടുത്തോളൂ. പിന്നെ നമ്മുടെ ആ ഒരു മൈദ മിക്സ് കോപ്പർ പാത്രങ്ങളിൽ, അതായത് നല്ല കോപ്പറാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല, പക്ഷേ ചിലതുണ്ടാവും കോപ്പറിൻ്റെ പെയിൻ്റൊക്കെ അടിച്ചത്. അപ്പോൾ ആ ഒരു മൈദ മിക്സിൽ വിനാഗിരിയൊക്കെ ഉള്ളതുകൊണ്ട് പെയിൻറ്റ് ഇളകിപ്പോവും. പക്ഷേ നല്ല കോപ്പർ കോട്ടിംഗ് ഒക്കെ ഉള്ളതാണെങ്കിൽ പെയിൻറ്റൊന്നും ഇളകിപ്പോവില്ല, അതിൻ്റെ നിറം പഴയ രൂപത്തിലാവുകയും ചെയ്യും. ഇതും തേച്ച്, അതായത് കത്തിച്ചിട്ട് ആ ഒരു നമ്മൾ എണ്ണ ഒഴിവാക്കാണ്ട് കാവ് പിടിച്ചിട്ടുള്ള പച്ച കളറില്ലേ, ആ ഒരു വിളക്ക്, നേരത്തെ നമ്മൾ മൈദ ചെയ്തതുപോലെ തന്നെ വേറൊരു എക്സ്ട്രാ വിളക്കുണ്ടായിരുന്നു, അത് ഞാൻ ഇതേപോലെ ഓടിൻ്റെ പൊടി കൊണ്ട് തേച്ച് കഴുകാണ്. ഇതും നമുക്ക് ഈ പറഞ്ഞ മാതിരി ഇത്രയും അഴുക്കായതുപോലും ഈ ഓട്ട് പൊടി കൊണ്ട് നമുക്ക് വൃത്തിയാക്കാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ആ ഒരു മൈദ മിക്സ് ആണെങ്കിലും ഓടിൻ്റെ ഈ ഒരു പൊടിയാണെങ്കിലും രണ്ടും സൂപ്പറായിട്ട് നമുക്ക് ഓട്ട് പാത്രങ്ങൾ വൃത്തിയാക്കാൻ പറ്റുന്ന 2 നല്ല ടിപ്പാണ്. പിന്നെ പഴയ വീഡിയോയുടെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. അതായത് ഞാൻ ആദ്യം തേച്ച് കഴുകുന്നൊരു രീതി ഉണ്ടായിരുന്നില്ലേ, അപ്പം അത് വേണമെങ്കിൽ അത് ഫോളോ ചെയ്യാം. ഏതാണെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഏതെങ്കിലും ഒന്ന് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. പിന്നെ ചിലർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, രണ്ടും ഞാൻ ഓട് എന്ന് പറഞ്ഞതുകൊണ്ട് ആ ഇഷ്ടിക പൊടിച്ചതിനെയും ഞാൻ ഓട് പൊടിച്ചതെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം നമ്മൾ പണ്ട് ഓട് മേഞ്ഞ വീട്ടിലൊക്കെയുള്ള ആ ഒരു ഓട്. പിന്നെ ഈ ഓട്ടുപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു വിളക്കും നമ്മുടെ ഉരുളിയും കിണ്ടിയൊക്കെ. അപ്പം അത് നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടൊന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇനി ഒട്ടും വൈകിക്കണ്ട, നിങ്ങൾ രാത്രിയാണ് കാണുന്നതെങ്കിൽ നാളെ തന്നെ ചെയ്തോളൂ. ഇനി ഉച്ചക്ക് പകലോ ഏതെങ്കിലും നേരത്താണെങ്കിൽ ഇപ്പം തന്നെ എഴുന്നേറ്റിട്ട് നമ്മൾ ഇതൊന്നങ്ങ് മിക്സ് ആക്കിയിട്ട് പെരക്കി വെച്ചോളൂ. കുറച്ച് നേരം കിടന്നോ വന്നിട്ട് ഒന്നങ്ങ് ഉരച്ച് തേച്ച് കഴുകുക. നമ്മുടെ മൈദ പ്രയോഗമാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇഷ്ടിക പൊടിക്കുന്നതിനേക്കാളും എളുപ്പം മൈദയായിരിക്കും അല്ലേ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. യൂസ്ഫുൾ ആണെങ്കിൽ പറയണേ. എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം പറയണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, നല്ല മനസ്സുണ്ടെങ്കിൽ അതും കൂടെ ചെയ്യാം. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്